ചലച്ചിത്ര നടൻ മുകേഷ് അടക്കം 7 പേർക്കെതിരെ നൽകിയ ലൈംഗിക പീഡന പരാതി പിൻവലിക്കുന്നുവെന്ന് ആലുവ സ്വദേശിനിയെ നടിയുടെ വെളിപ്പെടുത്തൽ. തന്നെ വ്യാജ പരാതിയിൽ കൊടുക്കാൻ ശ്രമം നടത്തി തനിക്കെതിരെ എടുത്ത കേസുകൾ സർക്കാരും പോലീസും ഏകപക്ഷീയമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ കുറേ പരാതികൾ 24-നോട് ഈ അഭിനേത്രി വെളിപ്പെടുത്തി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ഇവർ ഈ തീരുമാനം വളരെ സ്ട്രോങ് ആണോ അതോ സമ്മർദ്ദങ്ങൾ വന്നാൽ അവർ പിന്മാറാൻ സാധ്യതയുണ്ടോ? നമുക്ക് എന്ത് വിവരമാണ് ലഭിക്കുന്നത്? നിലവിൽ അവർ എന്തായാലും ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ മുൻപ് ഈ കേസ് വന്ന ഘട്ടത്തിൽ പല തവണയായി അവരുടെ മൊഴികളിലും നിലപാടിലും ഒക്കെ ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിലവർ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ എന്തായാലും തൽക്കാലം തൻ്റെ നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മുന്നോട്ട് വന്നത്. എൻ്റെ ലക്ഷ്യം ഇനിയും ഒരു പെൺകുട്ടികളോടും അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ എനിക്കെതിരെയുള്ള കള്ള പോക്സോ കേസ് തെളിയിക്കാൻ ഇതുവരെയും ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല. ഒരു മീഡിയ പോലും മുന്നോട്ട് വന്ന് തന്നെ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് എല്ലാ കേസുകളും താൻ പിൻവലിക്കാൻ പോകുന്നു. കാരണം പോക്സോ കേസ് കള്ളക്കേസാണെന്നറിഞ്ഞിട്ടും ആ സ്ത്രീക്കെതിരെ അഥവാ അവരുടെ പിറകിൽ അവരെ കൊണ്ടിത് ചെയ്യിച്ചവരെ പിടിക്കാൻ പോലും ആരും ശ്രമിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിനൊരു പശ്ചാത്തലമുണ്ട്. കാരണം ഈ വ്യക്തി, ഈ ആലുവ സ്വദേശിനിയായ നടി, അവരാദ്യം മുകേഷ് അടക്കമുള്ളവർക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നു. അവർ ഈ പരാതി രേഖാമൂലം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇവരെല്ലാവരും തന്നെ മുൻകൂർ ജാമ്യം എടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പരാതി ഉന്നയിച്ച നടിക്കെതിരെ തന്നെ അവരുടെ തന്നെ അടുത്ത ബന്ധു കൂടിയായ മറ്റൊരു യുവതി പോക്സോ കേസ് അടക്കം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അതിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ട് എന്ന് പോലീസ് തന്നെ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോയതുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് അവർ ഇപ്പോൾ ഈ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. തന്നെ പോലീസ് ഈ പോക്സോ കേസിന്റെ പേരിൽ ഉപദ്രവിക്കുന്നു, ദ്രോഹിക്കുന്നു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് കള്ളക്കേസാണ്, ഈ പോക്സോ കേസ് ശരിയായതല്ല, അത് കള്ളക്കേസാണ്. എന്നിട്ടും തന്നെ പോലീസ് ദ്രോഹിക്കുമ്പോൾ സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. മാധ്യമങ്ങളുടെ സപ്പോർട്ട് തനിക്ക് പണ്ട് കിട്ടിയതുപോലെ കിട്ടുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെ തുടർന്ന് AIG പൂങ്കുഴലി മുൻപാകെ എത്തി താൻ നേരത്തെ മുകേഷ് അടക്കമുള്ളവർക്ക് നൽകിയ പരാതി പിൻവലിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അത് വൈകാതെ ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു. അത് നിയമപരമായ ഒരു സംശയമാണ്. അത് തീർക്കേണ്ടത് നിയമവിദഗ്ധരുമാണ്. കാരണം സ്റ്റേറ്റാണ് ഒരു വശത്ത് വാദികൾ എന്ന രീതിയിൽ വരുന്നത്. ഇത് സ്വാഭാവികമായും ഹൈക്കോടതിയുടെ അടക്കം പരിഗണനയിൽ വന്നിട്ടുള്ള കേസാണ്. പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഇതിന്മേൽ ഒരു നിരീക്ഷണം പോലും കോടതിയുടെ ഭാഗത്തുനിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഉണ്ടായ കേസുകളാണ് ഇതെല്ലാം തന്നെ. ഈ പശ്ചാത്തലത്തിൽ അത്ര പെട്ടെന്ന് സുഗമമായി ഇത് പിൻവലിക്കാനാകുമോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സമ്മർദ്ദത്തിന് വഴങ്ങി ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അതിലവർ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് കണ്ടറിയണം. മറ്റ് ഏതെങ്കിലും താരങ്ങൾ, ഈ പരാതി നൽകിയിട്ടുള്ള നടിമാർ സമാനമായ നിലപാടുമായി ഇനി വരുമോ എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഈ പോലീസ് സംഘത്തിനെതിരെയാണ് അവരുടെ വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളത്.